ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വരുന്നു. എനിക്ക് സുഖം തന്നെ. കുറേ നാളായിട്ട് ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ സമയക്കുറവ് കാരണം എടുക്കാനായിട്ട് പറ്റില്ല. എന്തായാലും അത്യാവശ്യം നല്ല ക്ലൈമറ്റും നല്ല ലൈറ്റിങ്ങും ഉണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ വേഴ്സസ് പെട്രോൾ സ്കൂട്ടർ, അതാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം. ഓക്കെ, രണ്ട് വണ്ടികളും ഞാൻ രാവിലെ തന്നെ അറേഞ്ച് ചെയ്ത് വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കാർ കിടപ്പുണ്ട്, ആ പൊളിഞ്ഞ ബൈക്ക് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, അതല്ലല്ലോ ഇന്നത്തെ വിഷയം ഈ രണ്ട് വണ്ടികളാണല്ലോ. ഓക്കെ, ഇതിലൊരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ വെച്ചിട്ട് വേണമായിരുന്നു കമ്പയർ ചെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പുതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം മേടിച്ചിട്ടുള്ള ഈ ഇലക്ട്രിക് സ്കൂട്ടർ, ഈ പെട്രോൾ സ്കൂട്ടറും പിന്നെ ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കമ്പാരിസൺ ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മളുടെ വീട്ടിൽ ഫസ്റ്റ് മേടിക്കുന്ന വണ്ടിയാണ് കേട്ടോ ഈ ഇരിക്കുന്ന ഹീറോയുടെ പ്ലഷർ. 2014 ലിമിറ്റഡ് എഡിഷൻ മോഡലായിരുന്നു ഈ വണ്ടി വന്നിട്ട്. ഇപ്പോൾ ഇത് മേടിച്ചിട്ട് 11 കൊല്ലമായിട്ടുണ്ട്. യൂസ് ചെയ്തിട്ട് ഇപ്പോഴും ഓടും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വണ്ടിയുടെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിതാപകരമായ കണ്ടീഷനിലാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. ഓക്കെ, ഇത് കുഴപ്പമൊന്നുമില്ല, വണ്ടി ഇപ്പോഴും പെർഫെക്റ്റാണ്. പുതിയ വണ്ടിയല്ലേ. വണ്ടി മേടിച്ചിട്ട് ഏകദേശം 3-3.5 മാസമേ ആയിട്ടുള്ളൂ. ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോഴത്തേനും പെട്രോൾ സ്കൂട്ടറിന് 1 lakh റേഞ്ച് വേണമെങ്കിൽ പിടിക്കാം. പക്ഷേ നമ്മളുടെ ഇലക്ട്രിക് സ്കൂട്ടർ വരുമ്പോഴത്തേന് എന്തായാലും 1.3, 1.4 അങ്ങനെയൊക്കെയാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു 4 kW റേഞ്ചുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. അതേസമയം നമുക്ക് അതിലും കുറേ 1 lakh റേഞ്ച് ഒക്കെ കിട്ടുന്ന 1 lakh കിട്ടുന്ന ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്. പക്ഷേ അതൊക്കെ വെച്ചിട്ട് മാക്സിമം ഒരു 80-85 അത്രയൊക്കെ റേഞ്ച് മാത്രമേ കിട്ടത്തുള്ളൂ. 1 lakh ഒക്കെ റേറ്റ് വരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ വരുമ്പോഴത്തേന്. പക്ഷേ ഇതേപോലത്തുള്ള ഈ വണ്ടി എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റേഞ്ച് 150 എങ്കിലും റേഞ്ച് കിട്ടും. 150-140 എങ്കിലും കിട്ടുന്നുണ്ട് റേഞ്ച്. അപ്പോൾ ഈ വണ്ടിക്ക് എനിക്ക് ആയ റേറ്റ്, അതായത് 3 മാസം മുമ്പ് ഞാൻ എടുത്തപ്പോൾ ആയ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.23 lakh അന്ന് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് കമ്പാരിസൺ വരുമ്പോഴത്തേന് എന്തുകൊണ്ടും ഇലക്ട്രിക് സ്കൂട്ടറിനെക്കാട്ടിയും വിലക്കുറവാണ് നമ്മൾക്കൊരു പെട്രോൾ സ്കൂട്ടർ മേടിക്കണമെന്നുള്ളത് എങ്കിൽ ആവുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു ഹീറോയുടെ പ്ലഷറിന് 4.5-4.82 ആണെന്ന് തോന്നുന്നു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അത് വെച്ച് നോക്കുമ്പോഴത്തേന് ഈ വണ്ടി ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 170 km വരെയൊക്കെ മാക്സിമം നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും. അതേസമയം ഇതിൻ്റെ ഫുൾ ചാർജിൽ വരുന്നേക്കുന്നത് എക്കോ മോഡലാണെങ്കിൽ 185 വരെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അത് 185 ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒറ്റ ടൈം നമ്മൾ ഓടിക്കുകയാണെങ്കിൽ 185 വരെ കിട്ടും. ഡെയിലി യൂസിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 140 ഒക്കെ മാക്സിമം എക്കോ മോഡ് മാത്രം ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ 140 കിട്ടും. പിന്നെ നോർമൽ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ അതിൽ കുറവ് 100 താഴെയൊക്കെയാണ് ഇതിന് റേഞ്ച് വരുന്നത്. അപ്പോൾ റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടിലും എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് പെട്രോൾ തന്നെയാണ് ഇതിനെക്കാട്ടി അപേക്ഷിച്ച്. കാരണം ഇത് ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ 180 കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഓഫ് ചെയ്തൊക്കെ പോയി 2 ദിവസം 3 ദിവസമൊക്കെ എടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 100 അല്ലെങ്കിൽ 105 അത്രയൊക്കെ മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി ഈ 4 kW മോഡലിനകത്ത്. പക്ഷേ ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പെട്രോൾ സ്കൂട്ടറിന് അതിൻ്റെ മൈലേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഏകദേശം 2 രൂപ എങ്കിലും ആവും 1 കിലോമീറ്റർ പോകാനായിട്ട്. പക്ഷെ നമ്മുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിനാണെങ്കിൽ 1 കിലോമീറ്റർ ഓടിക്കാനായിട്ട് 0.2 രൂപയോ 0.15 രൂപയോ അത്രയൊക്കെ ആവത്തുള്ളൂ നമുക്ക് 1 കിലോമീറ്റർ ഓടിക്കാനായിട്ട് നമുക്ക് ആവുന്ന കോസ്റ്റ്. ചാർജ് വെച്ച് നോക്കുമ്പോഴത്തേന് ഇപ്പോഴത്തെ യൂണിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേന് അത്രയും ആവത്തുള്ളൂ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ സൈഡ് റണ്ണിങ് കോസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് മെയിൻ്റെനൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോഴത്തേന് മെയിൻ്റെനൻസ് ഒരു മാസം ഒരു 2000-3000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വരുന്ന മെയിൻ്റെനൻസ് ഓയിലും ബാക്കി ബെൽറ്റും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1500-1800 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പഴക്കം ഉണ്ടായിട്ട് പോലും ആ ഒരു റേഞ്ചിൽ മാത്രമേ മെയിൻ്റെനൻസ് മാക്സിമം ആവത്തുള്ളൂ. മാക്സിമം ആണ് കേട്ടോ, ഒരു മാസത്തിൽ മാക്സിമം ഒരു കോസ്റ്റ് അത്ര വരത്തുള്ളൂ. പക്ഷേ ഇത് വെച്ച് നോക്കിയാണെങ്കിൽ 0 മെയിൻ്റെനൻസ് ആണ്. പക്ഷേ ഇത് പുതിയ വണ്ടിയാണ്, അത് വെച്ച് എന്നാലും 0 മെയിൻ്റെനൻസ് ആണ് എനിക്ക് ഈ വണ്ടി. 3 മാസത്തിൽ പോലും എനിക്ക് 1 രൂപ പോലും മെയിൻ്റെനൻസ് ആയിട്ടില്ല. ഇത്രയും ഓടിച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ 4000 കിലോമീറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ 1 രൂപ പോലും ഈ വണ്ടി കംപ്ലൈൻറ്റ് വന്ന് സെൻസർ പോയിട്ട് പോലും അത് പക്ഷേ വാറണ്ടിയിൽ തന്നെ മാറി കിട്ടി. അല്ലാതെ 1 രൂപ പോലും വണ്ടിക്ക് മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേന് ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ് ബെസ്റ്റ്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വണ്ടിക്ക് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് 8 കൊല്ലത്തെ ബാറ്ററി വാറണ്ടിയിലാണ്. അതായത് 8 കൊല്ലം വരെ ഈ വണ്ടിയുടെ ബാറ്ററിക്ക് വാറണ്ടി കിട്ടും. 8 കൊല്ലം കഴിഞ്ഞ് ഈ വണ്ടിയുടെ ബാറ്ററിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ ചിലവിന് മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേന് ഈ വണ്ടിയുടെ ബാറ്ററിയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 50,000 രൂപയാണ് ഈ 4 കിലോ വോൾട്ടിൻ്റെ ബാറ്ററിയുടെ വില വരുന്നത്. ആ ഒരു 50,000 രൂപ ഞാൻ കയ്യിൽ നിന്ന് മുടക്കിയിട്ട് വണ്ടിയിൽ പുത്തൻ ബാറ്ററി വെക്കേണ്ടി വരും. ആ ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും നാൾ ഓടിയ ലാഭിച്ച പൈസ ചിലപ്പോൾ ഇറക്കേണ്ടി വരും. പക്ഷേ 8 കൊല്ലം എന്നുള്ളതൊരു ചെറിയ സമയമല്ല. ആ 8 കൊല്ലത്തിൽ വരുന്ന മെയിൻ്റെനൻസും നമ്മൾ റണ്ണിങ് കോസ്റ്റും വെച്ച് നോക്കി കഴിയുമ്പോഴത്തേന് അതും ലാഭമായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. പെട്രോൾ സ്കൂട്ടറിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വെച്ചാലും എണ്ണ തീർന്ന് വഴി കിടന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു കുപ്പിക്കകത്ത് കൊണ്ട് എണ്ണ കൊണ്ടുവരിക, ഒഴിക്കുക, സ്റ്റാർട്ടാകുക, പോവുക. പക്ഷെ നമ്മൾ ഈ വണ്ടി അങ്ങനെ ഓടിക്കാനേ പറ്റത്തില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. വണ്ടി തള്ളി ചാർജർ എടുക്കാൻ മറന്നുപോയി അതിനെക്കാട്ടി കുഴപ്പം. അല്ലെങ്കിൽ വണ്ടി തള്ളിക്കൊണ്ടുപോയി ഏതെങ്കിലും പ്ലഗ് പോയിന്റിൽ കൊണ്ടുപോയി കുത്തിയിട്ടാൽ മാത്രമേ പിന്നെ അത് വണ്ടി ചാർജ് ആയ ശേഷം മാത്രമേ വന്ന് അടുത്ത വണ്ടി സ്റ്റാർട്ടായി നമുക്ക് ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേനും റിയൽ ലൈഫിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിപ്പോകും നമുക്ക്. ഞാൻ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ മെയിൻ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ജോലി കഴിഞ്ഞ് വന്ന് എവിടെയെങ്കിലും പോയിട്ട് ഒരു ദിവസം ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് മറന്നുപോയി. അതോടെ കഥ കഴിഞ്ഞു. പിറ്റേന്ന് വന്നിട്ട് വണ്ടി എടുക്കാൻ നേരത്ത് ചാർജ് ഒട്ടും കാണത്തില്ല, ബാറ്ററി ലോ ആയിരിക്കും. അന്ന് എനിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനോ ജോലിക്ക് പോകാനോ ചിലപ്പോൾ ജോലിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം വണ്ടി ചാർജില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേന് പെട്രോൾ സ്കൂട്ടറാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പെട്രോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും വണ്ടി നിന്ന് എണ്ണ ഊറ്റിയിട്ടാണെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. വണ്ടിയുടെ വീഡിയോ എടുക്കുമ്പോഴത്തേന് ഇവിടെ ഒരാളൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ, അയാളെ കൂടെ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പുള്ളിയും കൂടെ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ വേറൊരു മെയിൻ ഉപകാരം, പെട്രോൾ സ്കൂട്ടറിൻ്റെ മെയിൻ ഉപകാരം എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഒരു 5 തുള്ളി പെട്രോൾ ഉണ്ടെങ്കിൽ പോലും ഒരു കയറ്റത്ത് കയറിപ്പോയാൽ ആ എണ്ണ വെച്ച് വണ്ടി കയറിപ്പോവും. ഒരു കുഴപ്പവും എൻ്റെ വണ്ടിയുടെ പെർഫോമൻസിൽ കാണിക്കത്തില്ല. 5 തുള്ളി പെട്രോളേ ഉള്ളെന്ന് പറഞ്ഞിട്ട് വണ്ടി 5 തുള്ളിയും തീർന്നാൽ മാത്രമേ ഉള്ളൂ വണ്ടി നിൽക്കാൻ പോണത്. അല്ലെങ്കിൽ ആ ഉള്ള പെട്രോൾ വെച്ചിട്ട് വണ്ടി എന്തായാലും വലിച്ച് കയറിപ്പോവും. പക്ഷേ ഈ ഒരു സാധനം ഞാൻ എൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് വെച്ചുകൂടെ പറയുകയാണ്. വണ്ടിയിൽ 20% 15% താഴെ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെ പില്യൺ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും വണ്ടി നേരെ എക്കോ മോഡിലോട്ട് പോയി. എക്കോ മോഡിൽ ഒരു കുത്തനെയുള്ള കയറ്റം എനിക്ക് കയറേണ്ടതായിട്ടുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ എത്ര കൈ കൊടുത്തിട്ടും ആ കയറ്റം കയറുന്നുമില്ല. ഞാൻ പിന്നെ ഇറങ്ങി ഈ വണ്ടി തള്ളിയാണ് ആ കയറ്റം കയറ്റിച്ചത്. അത് വെച്ച് നോക്കുമ്പോഴത്തേന് പെട്രോൾ സ്കൂട്ടറാണ് എന്തുകൊണ്ടും ബെറ്റർ. ഇത്രയും നാൾ ഈ ഒരു 3 മാസം അടുപ്പിച്ച് ഞാൻ ഈ പെട്രോൾ സ്കൂട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഇന്നലെ മെനഞ്ഞാന്നാണ് പിന്നെ ഞാൻ ഈ വണ്ടി പിന്നെ കൈവച്ച് തുടങ്ങുന്നത്. ആ ടൈമിൽ ഈ വണ്ടി ഓടിച്ചപ്പോഴത്തേന് ഇതിൻ്റെ ആക്സിലേറ്റർ ഭയങ്കര ടൈറ്റായിട്ടുള്ള പോലെ ഒരു ഫീലായിരുന്നു. മറ്റേത് ഭയങ്കര സ്മൂത്തും, കാരണം അതിങ്ങനെ പൂ പോലെ തൊടുമ്പോഴത്തേന് വണ്ടി കയറി പോകുന്നുണ്ട്. ഇത് വന്നിട്ട് പിന്നെ തൊടുമ്പോഴത്തേന് വലിയ ടൈറ്റായിട്ടുള്ള ആക്സിലേറ്ററാണ് ഈ ഫീൽ ചെയ്തത്. അത് എൻ്റെ മാത്രം ചിലപ്പോൾ ഫീലിങ്സ് ആയിരിക്കും. അത് ഒരാളുടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേക്കും അടുത്ത ആൾ വന്നിട്ടുണ്ട്, പുള്ളിയെ കൂടെ ക്യാമറയിൽ കിട്ടുമെന്ന് അറിയാനായിട്ട്. എന്നാ വീഡിയോയിൽ ഇതാക്കി ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തിട്ട് പെട്ടെന്ന് നോക്കൂ. പിന്നെ ഇത്രയൊക്കെ ഗുണങ്ങൾ പെട്രോൾ സ്കൂട്ടറിക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും പോയി ഒരു പെട്രോൾ സ്കൂട്ടർ എടുക്കാതെ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തത് എന്തിനാണെന്ന് ചോദിക്കുന്നതോട് എന്തോ എനിക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. ഇപ്പം നിലവിൽ എല്ലാവരും EVയുടെ സെയിൽ നിങ്ങൾ നോക്കിയറിയാം, ഇപ്പോൾ കൂടിക്കൂടി വരുവാണ്. അപ്പോൾ റോഡിലെല്ലാം EV കണ്ടപ്പോഴത്തേന് എന്താണ് ഇതെല്ലാവരും എടുക്കുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അത് കാരണമാണ് മെയിനായിട്ട് ഞാൻ പോയി EV എടുത്തത്. ഇപ്പോൾ EV എടുത്തിട്ട് എനിക്ക് ഇതുവരെ ഒരു കുറ്റബോധം എന്ന സാധനം ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഇപ്പോഴും ഈ ഒരു 4000 കിലോമീറ്റർ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടി ഇതുവരെ ഒരു കുഴപ്പമില്ല. വണ്ടി ചെറിയ ചാർജ് കുത്തിയിടുക, കൈ കൊടുക്കുക, പോവുക രാവിലെ. വേറൊരു കുഴപ്പവും വണ്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അടിപൊളി തന്നെയാണ് വണ്ടി ഓടിക്കാനും വണ്ടി കൊണ്ടു കിടക്കാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.